ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഡ്ഡലിക്കട രാജനെ പറ്റിയാണ്. ഏതൊരു ഗ്രാമത്തിൽ ഇഡ്ഡലിക്കട നടത്തി ഫേമസ് ആയ ഒരു കടക്കാരനാണ് ഇഡ്ഡലിക്കട രാജൻ. ഇയാളെ വിചാരം മെഷീൻ വെച്ച് ഇഡ്ഡലി ചുട്ടാലൊന്നും ടേസ്റ്റ് കിട്ടില്ലെന്നാണ്. പിന്നെ മെഷീനൊക്കെ എന്തിനാണ് മാങ്ങ ഉറയ്ക്കാൻ ഉണ്ടാക്കി വെച്ചതാണോ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. കൈ വെച്ച് ആട്ടിയെടുത്താലേ ഇഡ്ഡലിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നും പറഞ്ഞ് നടക്കുന്ന ഒരു വെടലയാണ് ഇഡ്ഡലിക്കട രാജൻ. ഇഡ്ലി സാമ്പാർ ചട്നി. ഇയാൾക്കൊരു മോന് കൂടെ ജനിക്കും. അതാണ് ധനുഷ് ഭായ്. ധനുഷ് ഭായ്ക്കാണെങ്കിൽ ഇഡ്ഡലിക്കട രാജനും ഇഡ്ഡലിയൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നേരെ നാട് വിട്ടങ്ങ് പോകും. പിന്നെ അല്ലാണ്ട് ഈ ഇഡ്ഡലിക്കടയും കട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന രക്ഷപ്പെടൂലെന്ന് ധനുഷ് ഭായ്ക്ക് അറിയാം. എന്നിട്ട് വിദേശത്ത് പോയി AFCയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യും. എന്നിട്ട് AFCയുടെ മുതലാളിയുടെ മോളെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ടൈമിൽ ഇഡ്ഡലിക്കട രാജൻ അങ്ങ് മരിക്കും. ആ കാണിച്ചത് ഒരു തെണ്ടിത്തരമല്ലേ? മകൻ രക്ഷപ്പെടാൻ നിൽക്കുന്ന ടൈമിലാണ് മരിച്ചത്. അതെങ്ങനെ ശരിയാവുന്നത്? അതൊക്കെ പോട്ടെ. എന്നിട്ട് അച്ഛൻ മരിച്ചത് അറിഞ്ഞ് നേരെ നാട്ടിലോട്ട് വന്ന് കർമ്മങ്ങളൊക്കെ തീർത്ത് നിൽക്കുമ്പോൾ താണ്ട് അമ്മയെ മരിച്ചു. എന്തോന്നടാ ഇതൊക്കെ? എന്നിട്ട് ധനുഷ് ഭായി ആണെങ്കിൽ വിദേശത്തോട്ട് പോകുന്നില്ലെന്നും പറഞ്ഞ് ഈ നാട്ടിൽ തന്നെ ഇഡ്ഡലിക്കട നടത്തും. ഇങ്ങേരും ഇഡ്ഡലിക്കട രാജനെ പോലെ കൈ കൊണ്ട് അരച്ചാല് ഇഡ്ഡലി ആവത്തുള്ളൂ എന്നും പറഞ്ഞു കിടക്കുക. ഒന്നുമില്ലെങ്കിൽ ഇവനൊക്കെ AFCയിൽ വർക്ക് ചെയ്തതല്ലേ, അതിന്റെ ഒരു മര്യാദയിലും കാണിക്കടയും. പിന്നെ എങ്ങനെയൊക്കെയോ ധനുഷ് ഭായിയുടെ അടുത്തേക്ക് ഇഡ്ഡലി പ്രേതം കയറും. പിന്നെ അങ്ങോട്ട് ചൂട്ടൂര് ഇഡ്ഡലി ചുട്ട് നല്ല രീതിക്ക് പോകുമ്പോഴായിരിക്കും AFCയുടെ മുതലാളിയും മക്കളും വരുന്നത് വില്ലന്മാരായിട്ട്. പിന്നീട് അങ്ങോട്ട് അവരെ കുടുംബ പ്രശ്നം. അതിൽ നമ്മളെ ഇടപെടുന്നില്ല. അതിലും കൂടെ ഇടപെട്ട് ഇതിന്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അതും കൂടെ നമ്മൾ ചെയ്യുന്നതാണ്.